ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ചിലർക്കൊക്കെ അറിയാം, നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയ സാഹചര്യമൊന്നും അല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായും നമ്മളെ വീഡിയോസ് തുടർന്നും കാണുക. ഇനി മുതൽ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ചാനൽ കയറി നിങ്ങളുടെ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീട്രൂട്ട് കൊണ്ട് തോരൻ തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. നമ്മളിത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാറുണ്ട്. പിന്നെ ചിലർ ഇതിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കും, ലിപ് ബാം ഉണ്ടാക്കും, ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുത്തതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ തോരത്തിന്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കരുത്, അപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ കണ്ടത് ഈ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ കൂടുതൽ ടൈം എടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഒരു വലിയൊരു സവാളയുടെ പകുതി നല്ല ചെറുതായി മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അര കപ്പിൻ്റെ അടുത്തുണ്ട്. തേങ്ങയൊക്കെ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. തോരനൊക്കെ വെക്കുമ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കുറക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ നല്ല എരിവുള്ളത് കാരണം ഒന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ചെറുതായി മുറിച്ചത്. ഇനി നടുക കീറിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുക. സവാളയും തേങ്ങയൊക്കെ ഈ ഒരു ബീട്രൂട്ടിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവറും നല്ലപോലെ ഒന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ തോരനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ചൊക്കെ വെന്തതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഒരു ഏകദേശം 3/4 ഭാഗം കുക്കായതിൻ്റെ ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കടുകൊക്കെ ഇട്ടതിൻ്റെ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയായിരിക്കും. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുക. 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ അടച്ച് വെക്കണം. അപ്പോൾ അതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കറിവേപ്പിലിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ. ഇനി നമുക്ക് തോരൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കടുകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്കിവിടെ കൂടുതലായിട്ട് കടുക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചെറിയ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 4-5 ചുവന്നുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ചുവന്നുള്ളി എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലുതായിരുന്നു. ചെറുതാണെങ്കിൽ 4-5 ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതാ ഇത്ര മതി. ഇനി നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ച ആ ബീട്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു പാത്രം നമ്മൾ അത്യാവശ്യം കട്ടിയുള്ളതിനെ എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്താൽ മതി. അപ്പോൾ അടി പിടിക്കില്ല. നമ്മൾ ബീട്രൂട്ട് ചേർത്തതിൻ്റെ ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിടണം. കാരണം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഈ ഒരു ബീട്രൂട്ട് വേവാനുള്ള ആ ഒരു വെള്ളം ബീട്രൂട്ടിൻ്റെയും സവാളിൻ്റെയും ഇതിൽ തന്നെ ഇറങ്ങി വരും. ആ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഉപ്പിൻ്റെ അളവൊന്ന് നോക്കുക. എന്നിട്ട് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അങ്ങനെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുള്ളത്. ഒരു പകുതിയോളമൊക്കെ കുക്കായിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 5-6 മിനിറ്റ് മതി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഏകദേശം അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നല്ലപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഈ രീതിയിൽ തോരൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് കമൻറ്റ് ഇടുക. തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ബീറ്റ്റൂട്ട് തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.